ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞിരുന്നില്ലേ താമരക്കുളം ആകെ ലീക്കാവണമെന്ന്. അപ്പോൾ ഇന്ന് പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം പൊളിച്ച് പണിയാൻ പോകുന്നു. അടിയൊക്കെ കുത്തി പൊളിച്ചെടുത്തിട്ട് അതിലുള്ള താമരേനെയൊക്കെ പറിച്ചെടുത്ത് നോക്കി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു. എന്തോരം പൂക്കളായിരുന്നു എന്നാ ഇതിൽ. താമരയല്ല ഇത്, ശരിക്കും ആമ്പലാണ്. വെയിൽ വരുമ്പോൾ ഇതൊക്കെ കൂമ്പിപ്പോവും. വൈകിട്ടാകുമ്പോൾ നല്ല ഭംഗിയിൽ വിടർന്ന് നിൽക്കും. നാടൻ ആമ്പലാണ് ഇത് കേട്ടോ, ഹൈബ്രിഡൊന്നല്ല. എന്നാലും ഒന്നിച്ചിങ്ങനെ പൂത്ത് നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗിന്. ഇത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ മുന്നിട്ടിട്ടുള്ളതാണ്. ഇതുകൊണ്ട് പിടിച്ചാ കുഴപ്പമില്ല. കിട്ടിയാ വല്ലതും? കുഞ്ഞു മീനുകളായോണ്ട് ഗപ്പി. അങ്ങനെ വെള്ളം കളയണ്ടേ? വലുതിനെ പിടിക്ക്. കുറച്ച് വെള്ളം കോരി ഒഴിക്കുന്ന. വെള്ളം കോരി ഒഴിച്ചിട്ട് വീഴല്ലേ. നിക്കാനറിയാണ്ട് അല്ലേ? മീൻ പിടിക്കുന്നോക്ക്. വലിയ മീനെ പിടിക്ക്, വലിയ മീനെ പിടിക്ക്. നോക്കി എന്തോരാണ്. അതന്നെ, അത് കൊണ്ടുപോയി തോർത്ത് കൊണ്ടുപോയി ആക്ക് വേഗം. കോരി ജാതിക്ക് ഒഴിക്ക് വെള്ളം. അപ്പോൾ ബക്കറ്റിലൊന്നും കയറൊന്നുമില്ല ഇറ്റള്. വെള്ളം കോരി മാറ്റ്. ഇത് ബുൾസായി എന്ന് പറയുന്ന ആമ്പലിന് കേട്ടാ. ഇത് ഹൈബ്രിഡ് ആമ്പലിന് നല്ല ഭംഗിന് ഇത് പൂത്ത് നിൽക്കുമ്പോൾ കുറേ പൂക്കളുണ്ടാവും. എപ്പോഴും ആ ആമ്പലിൽ പൂക്കളുണ്ടാവും. ഇത് നാടൻ. നമ്മുടെ നാട്ടിലൊക്കെ തോടുകളിലും കുളത്തിലും ഒക്കെ നിറയെ ഇത് ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് ഉണ്ടാവുകയും താമര ഇത്ര സൂപ്പറായി വളർന്നതെന്നു. ഇതിൻ്റെ അടിയിലത്തെ ചെളിയൊന്നും നോക്കിയേ. ഈ മേലെന്നുള്ള മരങ്ങളുടെ ഇലയും ഇതൊക്കെ വീണിട്ടേ ചെളി നിറഞ്ഞിട്ടാണ് നല്ല ഭംഗിയിൽ അത് വളർന്നത്. അവരിതേ പണി തുടങ്ങിയിട്ടാ. അടിവശം ലീക്കായിരുന്ന ഭാഗത്ത് കുത്തിപ്പൊളിച്ച് നോക്കണ്. സിമെൻറ്റ് കുറവായിരുന്നു, ഫുള്ള് മണ്ണ്. ഒന്ന് അവരിങ്ങനെ അടർത്തി നോക്കിയപ്പോഴേ സിമെൻറ്റ് കുറവായതുകൊണ്ടാണ് വേരൊക്കെ ഇങ്ങനെ തുളച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിരുന്നത്. അപ്പോൾ ഇനി അതൊക്കെ കുത്തിപ്പൊളിച്ചെടുക്കണം. ഈ താമരക്കുളം 15 വർഷമായ താമരക്കുളമാണ് കേട്ടോ. അടുത്തൊന്നും പണ്ടതൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇത് ഒന്ന് മെയിൻ്റനൻസ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു 2 വർഷം എത്തുമ്പോഴെങ്കിലും ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അടിവശമൊക്കെ ഒന്ന് ആദ്യം ഒന്ന് റിപ്പയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് പെയിൻ്റ് അടിച്ചൊക്കെ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. ഇപ്പോൾ ഇവർ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കമ്പി വെച്ചിട്ടാണ് വാർക്കാൻ പോണത്. ആ ഏതളിൻ്റെ ഷേപ്പിൽ കമ്പികൾ വളച്ച് വെച്ചിട്ട് അതിൻ്റെ മേലിന് കോൺക്രീറ്റ്. ഞങ്ങളുടെ വീട് പണിയുമ്പോഴേ അതിൻ്റെ ഒപ്പം പണ്ടതാണ് ഈ താമരക്കുളം. അത്രയ്ക്കും പഴയ താമരക്കുളമാണ് ഇത്. ഇതിപ്പോൾ തന്നെയാണ് അവർ കോൺക്രീറ്റ് ചെയ്യൽ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അതിന് മേലെ ഇനി സിമെൻ്റൊക്കെ ഇട്ട് മിനുക്കും, ചാന്തൊക്കെ ഇട്ടിട്ട്. അപ്പം നല്ല ഭംഗിയാവും കാണാനായിട്ട്. ഇത് കുറച്ച് ഉറപ്പിലാണ് ഇപ്പം ചെയ്യുന്നത്. കണ്ട പണി ഇതേ ഇവിടം വരെ എത്തി. ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മേലെ ചാന്ത് കലക്കിയിട്ട് ബ്രഷ് കൊണ്ട് പൂശണതാണ് അവർ, മിനുസാവാൻ വേണ്ടിയിട്ടേ. ഇത് കുറേ ദിവസത്തെ പണി ഉണ്ടായിട്ട് 5 ദിവസത്തെ പണിയായിരുന്നു ഈ ഒരു ചെറിയ കുളം റിപ്പയറിങ്. 3 ആൾ കണ്ട പണിക്ക്. ഉൾവശം ഇപ്പോൾ നല്ല നീറ്റായി. ഇനി അടുത്ത പണി പുറത്ത് നന്നായി കുഴിച്ച് 2 അടി താഴ്ചയിൽ കുഴിക്കുന്നുണ്ട് പുറത്ത് കേട്ടാ.
ഉള്ളിൽ മിനുക്കിയിട്ട് കാര്യമില്ല. പുറത്തുനിന്ന് വേര് കയറാണ്ടിരിക്കാൻ 2 അടി താഴ്ചയിൽ കുഴിച്ച് ഇതേപോലെ കോൺക്രീറ്റ് ചെയ്തു. പുറത്തും വേര് ഇനി അകത്തേക്ക് വരാണ്ടിരിക്കാൻ. അപ്പോൾ കുറച്ചും കൂടി ഉറപ്പ് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. ഇനി എത്ര നാൾ ഇതിങ്ങനെ നിൽക്കുന്നു ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. നമുക്ക് പറ്റണ പോലെയൊക്കെ ഐഡിയ പറഞ്ഞു കൊടുത്ത് ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ താമരക്കുളത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ജാതി ഉണ്ട്. അപ്പോൾ ജാതി വെട്ടിക്കളയാൻ എനിക്കിഷ്ടമില്ല. നിറയെ കാക്കിന ജാതിനത്. അപ്പോൾ അതിൻ്റെ ഇല നല്ലോണം കൊഴിയും. പിന്നെ തെങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ തെങ്ങിൻ്റെ പൊല്ലയും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ താമരക്കുളം കേടാക്കണത്. ഇതിൻ്റെ വേരുകൾ വന്നിട്ട് കണ്ട എന്തോരം പൊല്ലിന്ന് നോക്കിയ തെങ്ങിൻ്റെ നിറച്ച് വേരായിരുന്നു. അതൊക്കെ അവർ കുത്താമ്പാറ വെച്ച് കുത്തി ഒക്കെ നീറ്റാക്കിയിട്ടുണ്ട്. ഇത് മരങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും വേരിറങ്ങിയിട്ട്. അവസാനമായിട്ട് ഉള്ളിൽ നമ്മൾ ചെയ്തത് വൈറ്റ് സിമെൻ്റ് അടിച്ചു കൊടുത്തു. വൈറ്റ് സിമെൻറ്റ് അതിൽ ഇത് ലീക്കിങ്ങിൻ്റെ ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോൾ ലീക്കാവാണ്ടിരിക്കാൻ. അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ വൈറ്റ് സിമെൻറ്റ് അടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നീറ്റായി ഉൾവശമൊക്കെ. പുറത്ത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ മേലെ സിമെൻറ്റ് വെച്ച് തേച്ച് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകി പോവാൻ അവിടെ കെട്ടി നിൽക്കാണ്ടിരിക്കാനേ. അപ്പോൾ താമരക്കുളം നമ്മൾ വെള്ളമൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതിനി ഒരാഴ്ച ഇതുപോലെ നിർത്തണം കേട്ടോ. നമ്മൾ വെള്ളം ഈ സിമെൻറ്റൊക്കെ ഒന്ന് ഉറയ്ക്കാനും കോൺക്രീറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇതിലെ വെള്ളമൊക്കെ കോരി വറ്റിക്കിനിപ്പോൾ. കുറേ വെള്ളം കൊള്ളും കേട്ടോ. നമ്മൾ അത്ര എളുപ്പം കൊണ്ടൊന്നും ഇതിലെ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റില്ല. 4 ആൾ നിന്നിട്ട് ഞങ്ങൾ എത്ര മണിക്കൂർ നിന്നിട്ടുണ്ട് അതിലത്തെ വെള്ളം കോരി വറ്റിച്ചത്. ഒരുപാട് വെള്ളം ഇതിൽ കൊള്ളും ഈ കുളത്തിൽ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിത് വറ്റിച്ചിട്ട് ഇനി പെയിൻ്റ് അടിക്കണ്ടേ. അപ്പോൾ അത് കാരണം വറ്റിച്ചിട്ട് ഇട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ആവണം. നന്നായി ഉണങ്ങിയിട്ട് വേണം പെയിൻ്റ് അടിക്കണമെങ്കിൽ. താമരക്കുളത്തിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി ഉണങ്ങി. ഇനിയൊന്ന് നമുക്ക് ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുത്ത പണി പെയിൻ്റ് അടിക്കലാണ്. പെയിൻറ്റിങ് ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. ആരെയും വിളിച്ചൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടിക്കുന്ന പെയിൻറ്റ് സ്വിമ്മിങ് പൂളിലൊക്കെ അടിക്കുന്ന പെയിൻറ്റാണ്. കുറച്ച് വില പിടിച്ച പെയിൻറ്റാണ് ഇത് കേട്ടോ. സ്വിമ്മിങ് പൂളിൽ അടിക്കുന്ന പെയിൻറ്റേ. അപ്പം മോളാണ് ഇത് ചെയ്തത്. ഈ പെയിൻറ്റിങ്ങൊക്കെ മോള് ചെയ്യാമെന്നും പറഞ്ഞിട്ട് മോള് ചെയ്തു. അപ്പം മുത്തുമോളാണ് താമരക്കുളത്തിൻ്റെ പെയിൻറ്റർ. സൂപ്പറായി പെയിൻറ്റ് ചെയ്ത് തന്നു എനിക്ക്. മോളും കൂടി ഹെൽപ്പ് ചെയ്ത കാരണം പെട്ടെന്ന് ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഉൾവശം കഴിഞ്ഞ് പുറത്ത് ഞങ്ങൾ ബ്ലാക്ക് അടിച്ചു കൊടുത്തു. പുറത്ത് എപ്പോഴും മഴ പെയ്യുമ്പോഴൊക്കെ മണ്ണൊക്കെ തെറിക്കുന്നതല്ല. അത് കാരണം എപ്പോഴും ബ്ലാക്ക് തന്നെയാണ് അടിക്കാറ്. പിന്നെ ഇതിനിപ്പോൾ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഏതളിൻ്റെ മേൽഭാഗം മുന്ന് ബ്ലൂ തന്നെയായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളത് ഏതളിൻ്റെ അവിടെ ബ്ലാക്ക് തന്നെ അടിച്ചു. അപ്പോൾ അത് അധികം അഴുക്കാവില്ലല്ലോ എന്ന് വെച്ചിട്ട് ഉൾവശം മാത്രം നിറയെ വെള്ളം. പിന്നെ ഏതളും ആമ്പൽ വെച്ചുള്ളു ബ്ലാക്ക് ആക്കി. അത് താമര ഞാൻ വെക്കാറില്ല. താമരയെ മുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് താമര നല്ല വലിയ പൂക്കളൊക്കെ വിരിയും. പക്ഷേ താമരപ്പൂവിന് നമുക്ക് കുത്തു കൊടുക്കാൻ പറ്റൂലേ കുളത്തിൽ. അപ്പോൾ അത് മറിഞ്ഞ് വെള്ളത്തിലേക്ക് ചെരിഞ്ഞ് കിടക്കുക. അപ്പോൾ ഒരു ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ആമ്പൽ മാത്രമാണ് വളർത്താറ്. ലണ്ടാനെയൊക്കെ അതേ പൈപ്പ് തിരിച്ച് കുഴിച്ചിട്ടു കേട്ടോ. അപ്പോൾ പോയ പൈപ്പിലൊക്കെ ഞാൻ എന്ത് ചെയ്ത് വെർബിന വെച്ച് കൊടുത്തു. ലണ്ടാന കുറച്ച് പൈപ്പിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പൈപ്പിലൊക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ അതിൽ വെർബിന നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പൂവിട്ടാലും നല്ല ഭംഗിന്. കുളത്തിന് ചുറ്റും ആ എതളിൻ്റെ ഷേപ്പിൽ തന്നെ ഞാൻ ടർട്ടിൽ വൈൻ വെച്ചിട്ടുണ്ട്. ഇതിനിങ്ങനെ കുളത്തിന് ചുറ്റും പച്ച ഇങ്ങനെ പിടിച്ച് വരുമ്പോൾ നല്ല ഭംഗിന്. 1 മാസം കഴിയുമ്പോഴേക്ക് ആ കുളത്തിന് ചുറ്റും നല്ല പച്ചപ്പാവും. അപ്പം നല്ല ഭംഗിന് കാണാനായിട്ട്. നല്ല ഷേപ്പിൽ ഇങ്ങനെ പടർന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് വളരുന്ന ചെടിയില്ല ടർട്ടിൽ വൈൻ.
അപ്പോൾ അത് കാരണമാണ് അത് വെച്ച് കൊടുത്തത്. പിന്നെ അതിനൊരു ബോർഡറായിട്ട് ഞാൻ റൂബി ഗ്രാസും പിടിപ്പിച്ചു കൊടുത്തു. ഈ റൂബി ഗ്രാസ് ബ്രൗൺ അതിന് ചുറ്റും വളർന്നു വരുമ്പോൾ ഭംഗിയാവും. ഇതൊക്കെ വളർന്നു വരുമ്പോൾ ആദ്യം ഞാൻ റീലൊക്കെ ചെയ്ത് കാണിച്ചു തരാം. ഈ താമരക്കുളം കണ്ട് ആരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മൾ ഇതുപോലെയുള്ള കുളങ്ങൾ ചെയ്യുമ്പോൾ സ്ഥാനം നോക്കിയിട്ട് വേണം ചെയ്യാൻ ട്ടാ. ഞങ്ങൾ ഇത് ആളെ കൊണ്ടുവന്ന് സ്ഥാനം നോക്കിയിട്ട് ചെയ്ത താമരക്കുളമാണ്. നമ്മൾ വെള്ളമൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ കിണറായാലും കുളങ്ങളായാലും കുഴിക്കുമ്പോഴൊക്കെ സ്ഥാനം നോക്കാണ്ട് ചെയ്താൽ അത് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും വീട്ടിലെ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥാനമൊക്കെ നോക്കിയിട്ട് ചെയ്യുക. നമുക്ക് യാതൊരു ദോഷമൊന്നും വരാത്ത പോലെയുള്ളൊരു സ്ഥലത്തൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു സന്തോഷവും പ്രചോദനമൊക്കെ തരുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഇതുവരെ ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുക, ഹൈപ്പ് ബട്ടൺ അമർത്തുക. എല്ലാവർക്കും ബൈ ബൈ.